ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഡോനറ്റ് റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഫസ്റ്റ് ആയിട്ട് ഡോനറ്റ് പ്രിപ്പയർ ചെയ്യാനായി 2 കപ്സ് മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ 250 ml കപ്പിലാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ബട്ടർ നമുക്ക് സോൾട്ടഡോ അൺസാൾട്ടഡോ എടുക്കാം. സാൾട്ടഡ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോൾട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ബട്ടർ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ആണ് കേട്ടോ. ഈസ്റ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇൻസ്റ്റന്റ് ഈസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റന്റ് ആയി ഈസ്റ്റ് യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോ കറക്റ്റ് ആയിട്ട് ഫെർമെന്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1 പിഞ്ച് സോൾട്ടും ഇട്ട് നല്ല ലൂക്ക് വാം മിൽക്ക് യൂസ് ചെയ്ത് ഈ ഡോ നല്ലോണം കുഴച്ചെടുക്കണേ. ഈ ഒരു സമയത്ത് ഞാനൊരു എഗ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. മിൽക്ക് ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ 2-3 വട്ടായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഡോ നല്ലോണം സ്മൂത്ത് ആവേ. ദേ ഇങ്ങനെ ഡോ എപ്പോഴാണ് സ്ട്രെച്ച് ആയി വരുന്നത്, ഇതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് പാകം. ഡോ നമുക്ക് ഫെർമെന്റ് ചെയ്യാൻ വെക്കാനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് എണ്ണ തടവിട്ട് ഈ ഡോ ഇറക്കി വെക്കണേ. ഏകദേശം 3-4 മണിക്കൂർ എടുക്കും കേട്ടോ ഈ ഒരു ഡോ ഫെർമെന്റ് ആയി വരാനായി. ഡോ ഫെർമെന്റ് ആയി കിട്ടാ ഒരു സ്ഥലത്തെ ക്ലൈമറ്റും ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ്. എനിക്ക് കറക്റ്റ് 4 hours ആയപ്പോ സംഭവം കറക്റ്റ് ആയിട്ട് കിട്ടിട്ടോ. എന്നെ പോലെ ആവണമെന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് എപ്പോഴും ഫെർമെന്റ് ആയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണേ എടുക്കാൻ. അങ്ങനെ ഡോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മൈദയിട്ട് ഒന്നുകൂടി ഈ ഡോ നമുക്ക് കുഴച്ചെടുക്കണേ. ഓവറായി കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു മെഷർമെന്റിൽ ആ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. കുഴച്ചെടുത്ത് വന്നപ്പോ എനിക്ക് ഈ ഒരു മെഷർമെന്റിൽ 6 ഡൊനറ്റ്സ് ആണ് കിട്ടിയത്. ഇതിപ്പോ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. നമുക്കിത് ചെറുതോ വലുതാക്കിയോ ചെയ്യാം. ഡൊനറ്റ് ഷേപ്പ് ആക്കാനായി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ടറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്യാറ്. സെന്ററിലുള്ള ഹോൾ വരുത്താനായി ഞാൻ നോസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പിയുടെ മൂടിയോ മറ്റോ യൂസ് ചെയ്യാം. ഞാനിത് റൊസറ്റിയുടെ വലിയ നോസിലാണ് ഉപയോഗിക്കുന്നത്. നോസില് ഡോയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഞാൻ ഈ നോസില് ഒന്ന് മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് ഡൊനറ്റ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഫ്രൈയോ ഓവനിലോ ചെയ്യാം. ഓവനിലാണെങ്കിൽ 150 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഈ സമയം. ഹെൽത്ത് പരമായി നോക്കുകയാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. ഇനി ടേസ്റ്റും ടെക്സ്ചറാണ് നന്നായിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫ്രൈ തന്നെയാണ് നല്ലത്. ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സംഭവം ഇടുന്ന പാടെ കരിയേ. അതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ഡൊനറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിം തന്നെയാണ് നല്ലത്. ഏകദേശം ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് ഡോനറ്റ് ഓയിലിൽ നിന്ന് എടുക്കാവേ. ഇനിയാണ് മെയിൻ പരിപാടി. ഡൊനറ്റിന്റെ ടോപ്പിംഗ്സ് കൊടുക്കുക. ടോപ്പിംഗ്സ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കേ. ഷുഗർ ആൻഡ് സിനമൺ കൊടുക്കാം, മിൽക്ക് ചോക്ലേറ്റ് കൊടുക്കാം, ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കാം. ഇതൊക്കെ നല്ലോണം സ്യൂട്ടായി പോകുന്ന ഫ്ലേവേഴ്സ് ആണ്. ദേ നോക്കി, ഈ ഡോനറ്റിന്റെ പഫിനെസ്സും സോഫ്റ്റ്നെസ്സും കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നമ്മുടെ ഡോനറ്റ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ മെഷർമെന്റിലും ടിപ്സിലും ഈ ഡോനറ്റ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോനറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ ഡോനറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഓർഡറിന് വേണ്ടിയിട്ടാണ്. കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റിന്റെ ടോപ്പിംഗ്സ് തന്നെയാണ് കേട്ടോ ഡോനറ്റ്സിന് കൊടുത്തത്. ഡാർക്ക് ചോക്ലേറ്റില് ഡൊനറ്റ്സ് ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിന്റെ മേലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഡൊനറ്റ്സില് മിൽക്ക് ചോക്ലേറ്റിന്റെ ഡ്രിപ്സും ചോക്കോ ചിപ്സും ആണ് കേട്ടോ ആഡ് ചെയ്തത്. ബാക്കി 3 എണ്ണത്തില് ഞാൻ ജസ്റ്റ് ഷുഗർ ബോൾസ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡൊനറ്റ് റെസിപ്പി. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.